നൂഡിൽസ് കഴിച്ചോന്ന് എന്റെ പിന്നാലെ പാത്രം കൊണ്ട് വന്നു നോക്കി നോക്ക്. വല്ല അമ്മേന്റെ വായിക്കാണ്ട് കൊട്ടിക്കൊടുത്തു. അങ്ങനെ അമ്മേന്റെ വായിക്കാണ്ട് കൊട്ടിക്കൊടുത്തു പറയും. ഞാൻ സുകന്യയുടെ അടുത്തേ എന്താ റേഷനരി എടുത്തിട്ട് വായോട്ടോ, നാളെ നമുക്ക് നാളേക്കും മറ്റന്നാളേക്കും എന്താ അരി അരച്ച് വെക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ കറണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുകൊണ്ടേ, അപ്പൊ അതിന് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അവളുണ്ട് അരി എടുത്തിട്ട് എൻ്റെ പിന്നാലെ വരുന്നു. മഴ കണ്ടോ? അപ്പൊ അരി അരച്ചിട്ട് 2 ദിവസം നമ്മൾ ഫ്രിഡ്ജിലെടുത്തേക്ക് കേട്ടോ ചെയ്യുക. മഴ പെയ്യാൻ തുടങ്ങിയല്ലേ, കറ്റാർവാഴയിൽ കണ്ടോ ചെടിയോ, അരയ്ക്കാനും പറ്റില്ല. ഇത് കൂടെയാണോ എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു മരം വീഴുകയും ചെയ്യും. അപ്പം അതും നമുക്കൊന്നും പറ്റില്ല കേട്ടോ. മഴ വരുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം നമ്മുടെ തുണികൾ എടുത്തേക്കട്ടെ എന്ന്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ എന്താ ഉണ്ടാത്തത്, സ്വാഗതം പറയാത്തത്? സ്വാഗതം. നെയ് നമ്മൾ വിചാരിച്ചു കുറച്ച് അവിയലുണ്ടാക്കാമെന്ന് കേട്ടോ. ഉപ്പേരിയൊക്കെ വെച്ച കുട്ടികൾക്ക് അത്ര വലിയ പിടുത്തല്ല. അവിയലാണെന്ന് പറഞ്ഞാൽ വെച്ചാൽ അവർ കുറച്ച് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതാ അതിലുള്ള കഷ്ണങ്ങൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കിച്ചൂട്ടൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട് കളിക്കാൻ. ഇനി കിച്ചൂട്ടനല്ലേ ഇപ്പം നോക്കണ്ട കേട്ടോ, ഉച്ചയ്ക്ക് നോക്കിയാൽ. മക്കൾക്കേ ഉപ്പേരിയൊക്കെയാണെന്ന് വെച്ചാൽ ഭയങ്കര കഴിക്കാൻ മടിയാണ് കേട്ടോ. അപ്പോൾ അതാ ഇന്നല്ലേ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ള കഷ്ണങ്ങളൊക്കെ പാടെ കൂടിയിട്ടില്ലേ വെട്ടി നുറുക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏട്ടാ 2 തേങ്ങ പൊളിച്ച് തരുമോ? കാരണം എന്താണെന്നറിയോ, നമ്മുടെ പൊളിക്കണ ആ ഇതില്ലേ അത് കേട് വന്നു കേട്ടോ. അപ്പം ഇനി മടാളും കൊണ്ട് വേണം പൊളിക്കണമെങ്കിൽ. മടാളും കൊണ്ട് പൊളിക്കുമ്പോൾ ശരിയാ. കുറേ ഇട്ടിപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ടില്ലേ ഇന്നലെ പൊളിച്ചപ്പോൾ നല്ല സമയം പിടിച്ചു. സുഖലിക്ക് കിട്ടില്ല. ഞാൻ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പൊളിക്കും. പിന്നെ എന്താണെന്നറിയോ, അനിയേട്ടൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അനിയേട്ടൻ ചെയ്തു തരും കേട്ടോ. പിന്നെ നമുക്കിന്ന് ഞായറാഴ്ച ചെയ്യണമല്ലോ. ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണ്ടേ. കോഴിക്ക് നല്ല വിലയാണ്. നല്ല നമ്മൾ കുറച്ച് ഒരുപാടില്ല കുറച്ച് കോഴി വാങ്ങിയിട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ കടച്ചക്കല്ലേ, കടച്ചക്ക കാണിച്ചു തരാം. സുകന്യയ്ക്കും എനിക്കൊക്കെ ഇഷ്ടമുള്ളൊരു സാധനം. ഇങ്ങോട്ട് കാണിക്കട്ടെ കൂട്ടി. നിങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ കടക്കുന്ന കാണണം. ഇതാ ഈ സംഭവം കടച്ചക്ക കേട്ടോ. അപ്പോൾ ഈ കടച്ചക്കി ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നമ്മൾ മസാലക്കറി ഉണ്ടാക്കും. അല്ലാതെ വെള്ളപ്പയർ ഇട്ടിട്ട് കറി വയ്ക്കും. ചിക്കൻ്റെ കൂടി ഇട്ടിട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും ചിക്കനും പാടെ ആകുമ്പോൾ നമുക്ക് 2 നേരത്തേക്കുള്ള കറി ആവുമല്ലോ, അങ്ങനെ വിചാരിച്ചു. അച്ചുട്ടിയെ ആ കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചാണി. ഞങ്ങളുടെ ചെമ്പാ പുട്ടോടിക്ക് 70 രൂപ. അച്ചുമണി അച്ചക്ക് 2 വലിയ തേങ്ങ എടുത്ത് കൊടുക്ക്. അച്ഛൻ കോഴി കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുകയാണ് കേട്ടോ. ഏട്ടപ്പോൾ പുറത്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കുന്നത് ആരാണ്? എവിടെ കാണാനില്ലല്ലോ കൂട്ടുകാരെ. കുട്ടീനെ കാണാനില്ല. കുട്ടീനെ കണ്ടോ? എന്റെ മൂത്ത കുട്ടീനെ കണ്ടോ? ആരെയും കണ്ടോന്ന് പറയട്ടോ. ദേഷ്യം പോലീസ് സ്റ്റേഷനിൽ കൊടുക്ക, തിരൂര് കൊടുക്ക പോയിട്ട്. തിരൂര് പോലീസ് സ്റ്റേഷൻ കൊടുക്കാതെ തിരൂരുകാര് കാണുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ ഞാൻ കോങ്ങാട്ടത്തെ തിരൂരാ. ഞങ്ങളുടെ കോങ്ങാട്ടത്തേന് കേട്ടോ. നിങ്ങൾ ദൃശ്യം കണ്ടോ? ദൃശ്യം കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ദൃശ്യം നല്ല പടമാണോ? എന്താ ശരിക്ക് ഇതാ ഇന്നലെ മിഞ്ഞാന്ന മറ്റൊക്കെയാണ് ഞങ്ങള് ദൃശ്യം ഇറങ്ങിയ കാര്യം തന്നെ നടക്കണല്ലേ. എല്ലാം തീർന്നില്ലേ? ഇതാട്ടോ അച്ഛൻ ഒരു പാത്രം എടുത്തിട്ട് പാടി. ഇതല്ല കരിമ്പാലേന്റെ പിന്നിലുള്ളത്. ഇതുകൊണ്ട് ഇത് പുഴുങ്ങിയിട്ട് വെറുതെ കഴിക്കാൻ നല്ലതാ മുട്ടി. പുഴുങ്ങിയിട്ട് എന്റെ വീട്ടിൽ പുഴുങ്ങിയിട്ട് വെക്കല്ലോ. ഞാൻ കടച്ചക്കാന്ന് ആദ്യം വിചാരിച്ചതെന്ന് അറിയോ? ഈ ഒരു മുള്ളു പോലെയുള്ള ചക്ക കനാലിലുള്ളതേ. മഞ്ഞ കളറാവില്ലേ? കുഞ്ഞു കുഞ്ഞു ചിക്കൻ ഒന്ന് കഴിക്കാൻ കേട്ടോ. കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും മുട്ടി. ഈ കഴിച്ചിട്ടുണ്ടോ അതിൽ ചിക്കൻ ഇട്ടിട്ട്? ഏട്ടാ ഇങ്ങടെ കഴിഞ്ഞോ?
എന്നാ വായോ. സുഗന്യക്ക് റെസ്റ്റ് ആണ്. അല്ല സുഗന്യക്ക് വിശേഷമൊന്നും കേട്ടോ, റെസ്റ്റാണ്. ഇനിയിപ്പോ റെസ്റ്റാന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കണ്ട. വെയ്യാത്ത റെസ്റ്റാണ്, തലവേദന ഫോണാണോ തലവേദന? റെസ്റ്റാന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും എനിക്ക് ഫോണാണോ തലവേദന? അങ്ങനെ തന്നെയല്ലേ? എനിക്ക് വർത്തമാനം കുറയ്ക്കാൻ മാത്രം. അവളുടെ ഒരു വെള്ളം കൂടി അത് ഫുള്ള് തിളക്കാൻ കഴിച്ചേ. മണ്ണ് നടത്തോയി നോക്കാ. ഞാനെന്താ എന്റെ കയ്യിൽ നേരെ പിടിക്കണേ. അച്ഛൻ എനിക്ക് വേണം അച്ചു. മൂന്നാൾക്ക് എങ്ങനെയാണ് എല്ലാരും കൊടുക്കും, എല്ലാരും കൊടുക്കും. പൊന്നൂരും കൊടുക്കും. എല്ലാവരുടെയും എന്തെന്നറിയോ, അനിയേട്ടൻ എന്നെ സഹായിക്കണില്ല എന്നുള്ളത്. അപ്പൊ എന്തായാലും അതിന് വേണ്ടിയിട്ടാണോ അപ്പൊ നീ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? എല്ലാരും പറയണ് അനിയേട്ടൻ എന്നെ സഹായിക്കണില്ല എന്നുള്ളത്. അപ്പൊ ആ കൂട്ടുകാർക്കില്ലേ അനിയേട്ടൻ പണിയെടുക്കാതെ നീ കുറെ കൂട്ടുകാർക്ക് അങ്ങനെയല്ല പറഞ്ഞത്. എന്റെ കെട്ടിയത് എനിക്ക് സഹായം എന്നൊന്നും കേട്ടോ. ഇത് ഞാൻ നിർബന്ധിച്ചോണ്ട് തരുവാണേ കേട്ടാ. ഒരു പ്ലേറ്റ് എടുത്ത് അച്ഛാ പ്ലേറ്റ് എന്ന് സഹായിക്കാനൊന്നാ. എന്തോണ് എന്തിനാണ് പൊന്നാ അച്ഛക്ക് ഞാൻ ഞമ്പ് തരില്ല. ഇല്ലേ അച്ഛക്ക് തരില്ല. കുടിച്ച് കേറ്റാണ്ട് ഇരുന്നിട്ട് എന്താ കുടിച്ചേറ്റുണ്ട്? ഒരു ലിറ്റർ ഉണ്ടല്ലോ ഇത് കുടിച്ച് കേറ്റെന്നൊക്കെ പറയാം. അതിലാണ് ചിരി ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് വല്ലാണ്ട് സ്നേഹം കൂട്ടുണ്ട് പൊന്നൊന്നും. എന്റെ മുത്തല്ലേ അതെ ഞാൻ സോപ്പിലാണ്ട് അരിഞ്ഞാണ്ട് പോയി. കഴിക്കാനും കൂടി പറ്റില്ല അറിയാക്ക്. എന്റെ വിശപ്പും കൂടി പോയി ആ സമയത്ത് അറിയോ. അതാണ് നൂഡിൽസ് ഇറങ്ങാൻ അവിടെ കൊണ്ടുവന്ന് മുത്തവിടെ മുത്തവിടെ പൊന്നല്ലേ ചക്കരക്കുട്ടിയല്ലേ. അടുപ്പ് ശരിയല്ലേ നീ? അത് നമ്മളതിൽ അധികം കത്തിക്കാത്ത കൊണ്ടേ. ഏതടുപ്പിൽ വെക്കണേ? ഇതിൽ വെക്കണ്ട? ഏതില്? ആ അതില് വെക്കണപ്പോഴേ പൊന്നു പൊന്നു പൊന്നപ്പ. വേറെ ഗ്ലാസ് ഉണ്ട്. പിന്നെ ആ പൈപ്പ് വെള്ളം പറ്റും. അല്ലെങ്കിൽ ഇരുന്ന് ചെറുവണ് മതിയാണോ? ഇപ്പൊ ഏട്ടൻ പറഞ്ഞ കത്തി പോവാന്ന് കിട്ടിയ. അപ്പൊ കൊറേ ഞാനപ്പൊ ഇങ്ങനെ പറഞ്ഞതാട്ടോ. അത് വെച്ചാലും നമ്മുടെ കിച്ചണിലെ തിരുമ്പിയൊക്കെ കേട്ടോ. ശരിക്കില്ലേ ഏട്ടാ? ഞായറാഴ്ചല്ലേ എങ്ങനെ പോയാലും സമയം കൊടുക്കില്ലേ? പെരുന്നാളിന്റെ പൊക്കോ എന്റെ വീട്ടില് പെരുന്നാളാണ് നമ്മുടെ സ്വത്തിട്ടണ്ടേ. അപ്പൊ പരിസരത്തിന്റെ പേരക്കുട്ടിയുടെ അപ്പൊ അവര് അങ്ങോട്ട് പോവാനും തിരിച്ചൊക്കെ കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പറഞ്ഞാൽ എല്ലാവരും നല്ല സ്ഥലേട്ടാ. പോണ് ചച്ചർ പോരെ. പിറന്നാളിന് മുമ്പ് ട്രൗസർ ഇട്ട് പറ്റും. പിറന്നാളിന് മുമ്പ് ട്രൗസർ ഇട്ടിട്ടാ പോണ്ട്. കല്യാണത്തിന് മുമ്പ് പാന്റ് ഇടുക.
ആ പാന്റ് ചന്തല്ല ചന്തല്ലാത്ത പാന്റ് വേണ്ട. ചന്തല്ല മുത്തേ. ആ ട്രൗസർ ഉണ്ട് എന്തൊരു ചന്ത കാണാൻ. ചന്തൻ ട്രൗസറാ. അവൻ ആരാ പാന്റ് മുന്നിട്ട് ഇട്ട് കൊടുത്തു. ആ പാന്റ് വേണ്ട വേറെ പാന്റ് ഉണ്ടാവും. കാല് പൊന്നിന്റെ കാല് ഓ സുകന്യെ പാട്ട് പാടുന്നതൊക്കെ നീ എടുത്തു കൊടുത്തോ അത് സുകന്യെ. കുട്ടികൾക്കില്ലേ ആരും ഇട്ട് കൊടുക്കണ്ടേട്ടാ. കൊറേ പേര് ചോദിച്ചിരുന്നു അവിയൽ ഉണ്ടാക്കുമ്പോ കിച്ചു അതാ അവിടെ അല്ലേ ആ കോഴിക്കോടിന്റെ അപ്പുറത്തെ പഴയ കോഴിക്കോടില്ലേ അവിടെ കോഴിക്കോടില്ല കേട്ടോ. അതിന്റെ അപ്പുറത്ത് കറിവേപ്പിന്റെ എല്ലാം എടുത്തിട്ട് പോയ നമ്മുടെ അവിയലുമായി ചിക്കൻ കറി ഉണ്ടാക്കാനുള്ളത് തുടങ്ങിയാലോ. അയ്യേ അയ്യേ ചേച്ചി പാവട്ടോ. അയ്യേ അമ്മ ചേച്ചി അയ്യേ ചേച്ചി അയ്യേന്ന് പറയണ്ട. കറിവേപ്പില ഇനി പാന്റ് എടുത്തിട്ട് വരുന്ന ഞാൻ ഇട്ടോട്ടോ ട്രൗസർ ഇട്ടിട്ടുണ്ട്. അമ്മ ചേച്ചി അയ്യേ അല്ലേ. അമ്മ ചേച്ചി അയ്യാണ്. അപ്പൊ അയ്യ പറഞ്ഞ എന്റെ അടുത്ത് കുടിക്കാൻ പറ്റും. കുഞ്ഞുണ്ണിയുടെ ഫ്രണ്ടാണ് കുഞ്ഞുണ്ണിയുടെ ഫ്രണ്ട് കേട്ടാ. കുഞ്ഞുണ്ണി സ്കൂൾ വിട്ട് വന്നാലും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാനും നല്ല ചന്തല്ലോ. പൊന്നല്ല ഷർട്ട് പൊന്നു ചന്തല്ല. നല്ല ചന്തല്ലേ. പൊക്കമണോട്ടി ഇതിന്ന് കുറച്ച് വെള്ളം എടുത്ത് ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ചെരുപ്പിട്ട് പൊക്കോട്ടോ. ചെരുപ്പ് വാങ്ങിയത് പിന്നെ ചന്തത്തിനാ പുറത്തുനിന്നല്ല കേട്ടോ. നല്ല വെള്ളം കിട്ടണമെങ്കിൽ നമുക്ക് അവിടേക്ക് പോണേ. ഇത്രയൊക്കെ ചെയ്തു പക്ഷെ അത് മാത്രം അനിയേട്ടൻ ചെയ്തു. അത് മാത്രം ചെയ്താണ് വെള്ളമില്ലാതെ കട്ടില്ല. അവിടെ വേണ്ടേ അവിടെ പ്രാരബ്ധകാരിയാണേ പ്രാരബ്ധകാരി അല്ലേ. ചേച്ചിയുടെ ഇത് വേറെ എതിർത്ത് വേറെ ചക്ക അത് കഴിഞ്ഞ് അറിയില്ല. ഇത് മേപ്പല്ലേ ഒരു ചട്ടുക എടുത്തിട്ട് രണ്ടെണ്ണം കൂടി ഞാൻ ഒപ്പം കണ്ട് ചെയ്യാം. ആ എടി ഞാൻ ചെയ്യടി എന്റെ ഒപ്പം കഴിയും. എങ്ങനെ അമ്മളൊക്കെ രണ്ടേയും കൊണ്ട് ഓ പിന്നെന്താ ഒരു കൈ കൊണ്ടതും ഒരു കൈ കൊണ്ടിടും. വേണ്ടോ എത്ര എല്ലു അമ്മുട്ടി പണി. പിന്നെ ഈ വിചാരിച്ച പോലെ തന്നെ നമ്മളിങ്ങനെ ഇവിടെ ആദ്യത്തെ സമയത്തൊക്കെ ഓരോ കാര്യങ്ങൾക്ക് ഒറ്റയ്ക്ക് ഉണ്ടാവുമ്പോ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ. കഷ്ടങ്ങൾ അങ്ങോട്ട് നോക്കി വയ്ക്കും തേങ്ങയോട് ചെറിയിക്കും അത്ര കുറേ ഭാഗത്ത് പണിയുണ്ട്. ഭയങ്കര ചൂടോടെ നിക്കാൻ പറ്റില്ല. ശീത്ത് തന്നെടാ ശീത്തല്ലേ അതല്ലേ ചൂടാറിയാൽ ഉള്ളി തക്കാളിക്ക് നന്നായി വാടി വന്നിട്ടാ. ഇനി നമ്മുടെ കലാപരിപാടികൾ തുടങ്ങി വന്നിട്ടോ ഇതാവും. അമ്മ അവിടെ ഉണ്ട് കേട്ടോ. അമ്മ കിടക്കണു. അമ്മയ്ക്ക് മരുന്ന് മാറ്റി കൊടുത്തപ്പോ ഭയങ്കര ക്ഷീണം. പുറത്തും തന്നെ എത്രയും സമയം നമ്മുടെ അടവിലത്തിന് പോവാന്ന്
സുഗന്യക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. അതായത് സുഗന്യ അറിയുന്നത് കൊണ്ട് മസാലക്കറി വെച്ചു വീട്ടിൽ പോകുമ്പോൾ അപ്പം നമ്മളല്ലേ വിളക്കിന്റെ ശക്തി കൊണ്ടും കൊണ്ടേ വഴിക്ക് പോണു. സുഗന്യക്ക് പനി മാറിയിട്ട് ഒരാഴ്ച വീട്ടിലിരിക്കുകയൊക്കെ ചെയ്തു. പ്ലസ് 2 കിട്ടിയില്ലേ? പക്ഷെ അവളുടെ വീട്ടിൽ പോയപ്പോ അവളുടെ അമ്മയ്ക്ക് മരിച്ചു. അങ്ങനെ ഉണ്ടാവും. അമ്മയ്ക്ക് പിടിച്ചു അത്രയും പിടിച്ചോണ്ടേ. ഈ കൂട്ടുമ്പളത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കും കേട്ടോ. മതിക്കോ, കഴിഞ്ഞു. ഞാൻ ചെയ്യും. ഈ റെസ്റ്റ് എടുത്തോ. ചെക്കല്ലടി ഈ തേങ്ങയില്ലേ, തേങ്ങ കൊണ്ടേ തേങ്ങ ഇങ്ങനെ വാട്ടി ഇതൊന്ന് എണ്ണ എടുത്തിട്ട് എണ്ണ അങ്ങനെ തെളിഞ്ഞു വരുന്നു. തേങ്ങ കറുത്ത് പൊരിഞ്ഞ് വല്ല ബ്രൗൺ കളറായിട്ട് തേങ്ങന്ന് എണ്ണ അങ്ങനെ തെളിഞ്ഞ് എന്നിട്ട് അവനത് തല തേക്കണം. അവന് കുളിക്കുമ്പോ തല തേച്ച് കുളിക്കും കേട്ടോ. അതെടുത്തിട്ട് കടന്ന് വേവട്ടെ. ഇനി വെള്ളമൊക്കെ താങ്ക് യു. ഏട്ടൻ പോവാൻ വേണ്ടിട്ട് പുറപ്പെടാൻ നിൽക്കും കേട്ടോ. അപ്പൊ ഞാനെന്താ പറയുക, രണ്ടടുപ്പിലും വേഗം ആക്കുന്നത്. കഴിച്ചിട്ട് പോവാച്ച കഴിച്ചിട്ട് പോയിക്കോട്ടെ പറഞ്ഞിട്ടേ അത് കഴിക്കാൻ പറഞ്ഞ അവിയലുണ്ട്. അവിയലൊക്കെ കൂട്ടിയിട്ട് ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ രമുട്ടി നട്ടുച്ച സമയത്ത് ഇപ്പോഴാണെങ്കിലും ഗ്യാസ് ഇല്ലാത്ത കൊണ്ട് ഏതൊരു കടയിലും ചോറ് കിട്ടില്ല. പെരുജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിതില്. ചോറ് വേണ്ടവർക്ക് ചോറ് കിട്ടില്ല അറിയാം. ചോറ് വേണ്ടവർക്ക് ചോറ് കിട്ടില്ല. നല്ല കാറ്റ് വീശും കേട്ടോ. ഒരു പാട്ടില്ലേ, ആ പാട്ട് അതൊരു സമയത്തില്ലേ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പാട്ട് കേട്ടോ. എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണെന്നല്ല പറയുന്നത്, പക്ഷെ അത് ഭയങ്കര. എന്റെ വീട്ടില് റേഡിയോ ഉണ്ടായിരുന്നുള്ളൂ. TV ഒക്കെ എത്ര 2011 എന്റെ വീട്ടില് TV. 2010 കറണ്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ TV ഒക്കെ വാങ്ങിക്കണം. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് TV വാങ്ങിക്കുന്നത്, ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ഈ പാട്ടില്ലേ, അടുത്ത വീട്ടുകാര് അന്നത്തെ അടുത്ത വീട്ടിൽ അവരിങ്ങനെ പാട്ട് വെക്കും വിജോട്ടിന്റെ വീട്ടില്. അപ്പൊ ഈ പാട്ട് വെക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്കില്ലേ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആ റേഡിയോ അല്ലേ, ചെറിയ റേഡിയോ, ആ റേഡിയോ വാങ്ങി വെച്ചിട്ട് പോയാതി. ആ സമയത്ത് നല്ല ഭക്തിപ്പാട്ടുണ്ടാവും റേഡിയോയില്. അതല്ല ഇപ്പൊ അവിയലും ചോറുണ്ട്. ഫോട്ടോയില് അപ്പതാ നമ്മുടെ അല്ലേ തേങ്ങയും നല്ല പോലെ മൂപ്പിച്ചോട്ടാ. ഇങ്ങനെ തോന്നി ഏട്ടൻ പോയി. ഏട്ടൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിലേക്കാട്ടോ പോയിരിക്കുന്നത്. മൈ വീട്ടിക്ക് ഞാൻ പോണം വിചാരിച്ചാണ്. പിന്നെ അനിയേട്ടൻ പറഞ്ഞു കൂട്ടുകാരുണ്ട് എന്ന് പറഞ്ഞപ്പോ അപ്പൊ ശരി അങ്ങനെ പോയിട്ട് വരട്ടെ അല്ലേ കുട്ടി. ഓക്കേ. പോതാ ആരോ വന്നിട്ടുണ്ടോ? കഴിഞ്ഞു. ഓരോരുത്തർക്ക് ഇഡ്ഡലി വേണം, ദോശ വേണം മറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. പച്ചരിയും പുഴുങ്ങല്ലേ ഇതാണ്ടില്ലേ വെള്ളത്തിൽ വെച്ച് വെച്ചിട്ടുണ്ട്. ഇടുന്നുണ്ടോ? ഇതൊന്ന് വെള്ളം കാണത്ത് നമുക്ക് മുറിക്കാക്കി വെക്കാൻ കേട്ടോ. അല്ല എന്തോട്ടോ. ഇനി നമ്മളിതിൽ അരപ്പ് ഇട്ട് കൊടുക്കണ്ടേ. ചൂട് എടുത്തിട്ടേ എമ്മാതിരി ചൂടാറട്ടാ. അതിൻ്റെ ഇടയിൽ ഈ അടുപ്പിന്റെ കണ്ണീര് നിന്നിട്ട് ഉണ്ടാക്കണ്ടല്ലോ. നല്ല സുഖം. എൻ്റെ കുട്ടി അമ്മ കുറച്ചേരം നിൽക്കുമ്പോഴേക്കും അമ്മ പറയുന്നു, അമ്മ തൊട്ടിട്ട് പിന്നെ അമ്മ തൊട്ടിട്ട് അമ്മയ്ക്ക് കഴിക്കാൻ കൊടുക്കാറായിട്ടോ. എനിക്ക് വിശക്കുന്നു. ഷുഗർ ഉള്ളവർക്ക് ഈ സമയത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ബുദ്ധിമുട്ടില്ലേ.
കാണിച്ചു കൊടുക്കാൻ കുട്ടി എടുത്തോട്ട് എങ്ങനെയുണ്ട് അമ്മ കളർ കാണാൻ? നന്നായിട്ടുണ്ട്. ചാത്തപ്പൻ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ എന്താ മൂപ്പിച്ചിടാം. നമ്മളിതിങ്ങനെ ചെയ്തില്ലേ അപ്പം ഇടുന്നില്ല കേട്ടോ. കഴിഞ്ഞ സുനിയെ അമ്മ കഴിച്ചോളേ. വെറുതെ അപ്പോൾ ഇവിടെ കറിയില്ലേ കറിയായി. ഇത് വൈകുന്നേരം നമുക്ക് ഇതിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കും. ചപ്പാത്തി ചപ്പാത്തി പൂരി ആക്കിയാലോ? ഇത് വേണ്ട നമ്മൾ നൂലിപ്പുട്ട് ഉണ്ടാക്കാം. കണ്ടോ ഒരുപാട് കട്ടിയല്ല ഒരുപാട് ദിവസമല്ല കേട്ടോ. നമുക്ക് ചോറിന് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കൂടെ ഈ കടച്ചക്കല്ലേ നല്ലൊരു രസമാണ്. ഇത് വരട്ടി കൂടിയും കടച്ചക്ക ഇടാൻ പറ്റും കേട്ടോ. വേണ്ട നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. കഴിച്ചിട്ട് മരുന്നൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കട്ടെ. ഇത് കഴുകാനുള്ളതൊക്കെ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ.